روحي فداك يا رسول الله. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. ബഹുമാന്യരെ, നാം വളരെ നിസ്സാരമായി ഗണിക്കുന്ന, വലിയ പ്രാധാന്യം നൽകാത്ത പച്ചക്കറി വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ദുബ്ബാ അഥവാ ചുരക്ക. ഇതിൻ്റെ ഗുണങ്ങൾ ആധുനിക ശാസ്ത്രം കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുകയും അത് കഴിക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആദ്യമായി ഇമാം ബുഖാരി റഹ്മഹുല്ല റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് വായിക്കാം. അൻ അനസിൻ റളിയല്ലാഹു അൻ അന്ന ഖയ്യാതൻ ദഅൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിതുആമിൻ സനഅ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു തയ്യൽക്കാരൻ ഖയ്യാത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുവാൻ മുത്തുനബിയെ ക്ഷണിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും പ്രവാചകൻ്റെ കൂട്ടത്തിൽ ചെന്നു. ഫഖറബ ഖുബ്സ ഷഈരിൻ, തൊലിക്കോതമ്പിനാൽ നിർമ്മിച്ച പത്തിരി അദ്ദേഹം പ്രവാചകൻ്റെ മുമ്പിലേക്ക് അടുപ്പിച്ചു വെച്ചു. വ മറക്കൻ ഫീഹി ദുബ്ബാഉൻ വ ഖദീദുൻ, ചുരക്കയും ഉണങ്ങിയ മാംസവും ഇട്ട ഒരു പ്രത്യേകതരം കറിയും പ്രവാചകൻ്റെ അടുക്കലേക്ക് വെച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറഅയ്തു നബിയ യതതബ്ബഉ ദുബ്ബാഅ മിൻ ഹവാലയിൽ കിസ്അ. പ്രവാചകൻ ചുരക്ക അതിൻ്റെ കഷ്ണങ്ങൾ എടുത്തെടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു, പ്ലേറ്റിൻ്റെ ചുറ്റുഭാഗത്തു നിന്നും. ഫലം അസൽ ഉഹിബ്ബുദ്ദുബ്ബാ, ഞാൻ ചുരക്കയെ ഇഷ്ടപ്പെടുന്നവനായി മാറി. ബഅദ യൗമൈദിൻ, അന്നു മുതൽ എനിക്ക് ചുരക്ക പ്രിയങ്കരമായി മാറി. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 5379 ഹദീസായി. ഈ ഹദീസ് ഇന്ന് മോഡേൺ സയൻസ്, ആധുനിക വൈദ്യശാസ്ത്രം ഇതിൻ്റെ പൊരുൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ചുരക്ക ഇഷ്ടപ്പെടാൻ കാരണം പ്രവാചകൻ അതിനെ ഒന്നിലധികം തവണ അടിക്കടി അതിൻ്റെ കഷ്ണങ്ങൾ പിറക്കി തിന്നുന്നത് കണ്ടപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ താല്പര്യപൂർവ്വം അത് ഭക്ഷിച്ചുവെങ്കിൽ വഹൽ ഫീഹി ഫായിദത്തുൻ ഔ ഹിക്മ, അതിൽ എന്തെങ്കിലും ഒരു പ്രയോജനം അല്ലെങ്കിൽ ഒരു ഹിക്മത്ത്, ഒരു തത്വം അതിലടങ്ങിയിട്ടുണ്ട്. ഖദ് വസലൽ ഇക്തിഷാഫുൽ ജദീദ്, പുതിയ അന്വേഷണം, പുതിയ ഗവേഷണം കൊണ്ടെത്തിച്ചു. മിൻ ഉലമാഇ തിബ്ബി, വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ, ഇലാ അന്ന ഫിൽ ഖറഇ വഹുവ ദുബ്ബാഉ തഅസീറൻ അലീമൻ ഫി തൻഷീതി ദിമാഗ് വസിയാദത്തി ഖുവ്വത്തി ദക്കാ. ഇതിൻ്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം ഖർഅ്, അതായത് ചുരക്ക, വഹുവ ദുബ്ബാഉ തഅസീറൻ അലീമൻ, അത് ഭക്ഷിക്കുന്നവർക്ക് ധാരാളം
പ്രയോജനങ്ങളുണ്ട്, പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും. ഫി തൻഷീത്തി ദിമാഗ്, ദിമാഗിനെ പ്രവർത്തിപ്പിക്കുന്നതിൽ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് പവർ വർദ്ധിക്കുമെന്ന് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് മെഡിക്കൽ സയൻസ് കണ്ടെത്തുകയുണ്ടായി. അതുപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. വസിയാദത്തു ഖുവ്വത്തു ദക്കാ. ഡോക്ടർ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഗവേഷണത്തിലേർപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വയൻസഹുൽ ഉലമാ ഉൽ അൽമാൻ അൽ യൗം, ജർമ്മനിയിലെ പണ്ഡിതന്മാർ ഉപദേശിക്കുന്നു, ബിതഅബീദി തുല്ലാബി മുൻദു ബാക്കൂറത്തി അഅമാരിഹിം അലൽ ഇക്സാർ മിൻ തനാവലി തുആമിൽ ഖറ. ഭക്ഷണപദാർത്ഥങ്ങളിൽ ചൊരക്ക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ചെറുപ്പകാലം മുതൽ കൊടുക്കണമെന്ന് ജർമ്മൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം ഡോക്ടർമാരും അഭിപ്രായപ്പെടുന്നതായി ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് ജർമ്മനിയിലെയും ബഗ്ദാദിലെയും യൂണിവേഴ്സിറ്റിയിലെ ഭിഷഗ്വരന്മാരുടെ നിർദ്ദേശം നമുക്ക് സമർപ്പിച്ചത് ബഹുമാനപ്പെട്ട കലമുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന കോടമ്പുഴ ബാവ ഉസ്താദ് അവറുകളുടെ 100ഓളം ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമായ അൽ അംസിലത്തുർ റായിഅ മിനൽ മുഅ്ജിസാത്തി സാത്തിഅ എന്ന ഈ കിതാബിൽ നിന്നാണ്. നാം ഇവിടെ നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്ത ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി മറ്റൊരു ഹദീസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് തൊബറാനിയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. വാസിലത്ത് ബിനുൽ അസ്കഇ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ ഖർഅ, നിങ്ങൾ ഖർഅ മുറുകെ പിടിക്കുക, അതായത് ചൊരക്ക മുറുകെ പിടിക്കുക. ഫഇന്നഹു യസീദു ഫിദ് ദിമാഗ്, അത് മനുഷ്യൻ്റെ തലച്ചോറിനെ സജീവമാക്കുന്നു. പക്ഷേ ഈ ഹദീസ് ലഈഫാണെന്നും പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ ആധികാരികമായ സഹീഹായ ഇമാം ബുഖാരിയുടെ ഹദീസ് മുന്നിലുള്ളപ്പോൾ നാം ആ ഹദീസാണ് അവലംബിക്കേണ്ടത്. രണ്ടിൻ്റെയും ആശയം ഒന്നാണെങ്കിലും ഹദീസിൻ്റെ സിഹത്ത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിനാണുള്ളത്. ഇവിടെ എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയത് ഹദീസുൽ ദുബ്ബാ എന്നും ഖർഅ എന്നും, എന്നാൽ പരിശുദ്ധ ഖുർആനിലെ സാഫാത്ത് സൂറത്തു സാഫാത്തിൽ യഖ്തീൻ എന്നും പരാമർശം കാണുന്നുണ്ട്. ഇത് മൂന്നും ഒന്ന് തന്നെയാണോ എന്ന് എന്നെ സംശയം അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കതിന് പ്രതിവിധി നൽകിയത് തഫ്സീർ ഇബ്നു കസീർ 4-ാം വാള്യം സൂറത്തു സാഫാത്ത്. അവിടെ അല്ലാഹു തആല മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം കടൽ തീരത്ത് വിജനമായ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വ അംബത്ന അലൈഹി ഷജറത്തം മിൻ യഖ്തീൻ, നാം യൂനുസ് നബിയുടെ അടുത്ത് യഖ്തീൻ എന്ന സസ്യത്തെ മുളപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ യഖ്തീൻ എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഈ ആയത്തിൻ്റെ താഴെ ദുബ്ബാഉം ഖർഉം യഖ്തീനും ഒരേ വർഗത്തിൽപ്പെട്ടതാണ് എന്ന് ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി. ഈ ഭാഗമാണ് നീണ്ടുനിന്ന സംശയത്തിന് എനിക്ക് ഒരു മതിയായ തൃപ്തികരമായ ഒരു മറുപടി നൽകിയത് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സസ്യം, ഈ വെജിറ്റബിൾ വർഗത്തിൽപ്പെട്ട ഈ പദാർത്ഥം, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും 45 വയസ്സോടുകൂടി സംഭവിക്കുന്ന ഓർമ്മക്കുറവ്, മറവി
ഈ രോഗങ്ങൾക്ക് പരിഹാരമാണ് എന്ന് ആധുനിക ഗവേഷണം കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാവ ഉസ്താദ് കലമുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന പണ്ഡിതൻ 100ഓളം കിതാബുകളാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ചൊരയ്ക്ക ഭക്ഷണത്തിൽ നാം ഉൾപ്പെടുത്തുക. ഒരു യാത്രയിൽ ഒരു വീട്ടിൽ നിന്ന് നൽകിയ സൽക്കാരത്തിൽ ചൊരക്കയിട്ട ഒരു കറി ഞാനും കൂട്ടുകയുണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ പരിപ്പ് കൂടിയിട്ട് നന്നായി തേങ്ങ ചേർത്തരച്ച ഒരു കറി. അതിൽ നമുക്ക് ബീഫിൻ്റെ അല്ലെങ്കിൽ ഇറച്ചിയുടെ കഷണങ്ങളും കൂടെ ഇട്ടാൽ അതിന് പ്രത്യേകം രുചിയുള്ളതായി നമുക്ക് അനുഭവപ്പെടും. അതിലൂടെ നമുക്ക് ആ ഭക്ഷണത്തെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ പ്രവാചകൻ്റെ ആ പ്രവൃത്തിയെ അനസ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടതുപോലെ നമുക്കും ഇഷ്ടപ്പെടാം. നമുക്കും നമ്മുടെ ബ്രെയിനിൻ്റെ, നമ്മുടെ തലച്ചോറിൻ്റെ, നമുക്കറിയാം ബ്രെയിൻ എന്ന് പറയുമ്പോൾ സെറിബ്രവും സെറിബല്ലവും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രത്യേക ഭാഗമാണ്. നമ്മുടെ തലച്ചോർ മെമ്മറിയുടെ കേന്ദ്രമാണ്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് നമുക്ക് സജീവമാക്കി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.